ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു റവ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണിത്. നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്യാനായിട്ട്. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ആവശ്യമില്ല കേട്ടോ. പാർട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. നമ്മുടെ സാധാരണ റവ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഒരു സെമോലിന മിൽക്ക് പുഡിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, റെസിപ്പി മുഴുവനായിട്ട് കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ഈസിയാണ് എന്നുള്ളത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം തന്നെ ഇവിടെ ഞാനൊരു 2 കപ്പ് പാലെടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ റവയാണ് കേട്ടോ, വറുത്തിട്ടുള്ള റവയൊന്നുമല്ല. ഒരു 3/4 കപ്പ് ഇട്ടിട്ടുണ്ട്. റവ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് തന്നെ അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും. ഇനി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് വരെ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കുക. ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ്, അതൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ റവ ഒന്ന് കുറുക്കിയെടുക്കണം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് വേണം തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പെട്ടെന്ന് പിടിക്കും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയ തീയിലിട്ടിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാകം മതി കേട്ടോ. ഇനി നമ്മൾ സെറ്റാകുമ്പോൾ ഒരുപാട് കട്ടിയായി പോവും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് റോസ് വാട്ടറാണ് ചേർക്കുന്നത്. എന്തെങ്കിലും ഒരു ബ്ലോസം വാട്ടർ നിങ്ങൾ ചേർക്കുക കേട്ടോ. ഏലക്കപ്പൊടി ചേർക്കരുത്. ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു നാടൻ ടേസ്റ്റാണ് നമുക്കിതിന് കിട്ടുക. ഇതുപോലെ എന്തെങ്കിലും ഒരു ബ്ലോസം വാട്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിച്ചിട്ട് അത് നിങ്ങൾ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് മൊത്തം പോകും കേട്ടോ. ഇനി ഇതുപോലെ ഞാനൊരു ഡിസൈനുള്ളൊരു മഫിൻ ടിൻ എടുത്തിട്ടുണ്ട്. ഏത് മോൾഡിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ച് വെക്കാം. ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മുടെ റവ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിസ്ത, ബദാമോ എന്ത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്കിതിൽ യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ കോക്കനട്ട് ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ തീരുമാനിക്കുക ഏത് വേണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ ഇതിലേക്കും നമ്മുടെ റവയുടെ മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ ഉറ്റി വീണതൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് പുറത്തെടുത്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ തണുക്കും. അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ച് ഇതാക്കിയാൽ തന്നെ അത് അടർന്ന് വരും മോൾഡിൽ നിന്ന്. പിന്നെ നമ്മൾ അങ്ങോട്ട് റീമോൾഡ് ചെയ്യാനൊക്കെ ഈസിയാണ്. ഒന്ന് കൊട്ടി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. അത് തണുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. ഇതിൻ്റെ കൂടെ ഐസ്ക്രീം വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് വാനില ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ എന്തിൻ്റെ കൂടെ സെർവ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിസ്ത പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഡ്യൂട്ടി ഫ്രൂട്ടിൻ്റെ ഒരു ചെറിയ പീസ് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. ചെറി ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചെറിയ വെച്ചിട്ട് ഗാർണിഷ് ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.